CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. 2 പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ ബിജു എന്നയാളെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. തൂതപ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടാണ് മരണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ 2 പേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുവൈദികനും ചികിത്സയ്ക്കെത്തിയ ആളുമാണ് മരിച്ചത്. വൈദ്യനായ കുറുമ്പന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയതായിരുന്നു ബാബു. അവകാശ നിഷേധത്തിനെതിരെ സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന സമർപ്പണ യാത്രയ്ക്ക് ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി. ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള സർക്കാർ സമീപനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് യാത്ര ആവശ്യപ്പെട്ടു. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഡിസംബർ 22 മുതൽ 27 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന സമർപ്പണ യാത്രയ്ക്ക് പാലക്കാട് ചെർപ്പുളശ്ശേരി സമസ്ത കോൺഫറൻസ് ഹാളിലാണ് സ്വീകരണം നൽകിയത്. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര സ്വീകരണം ഏറ്റുവാങ്ങി. SCA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TA റസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MT സൈനുൽ ആബിദീൻ സ്വാഗതവും ട്രഷറർ MP അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. M വീരാൻ ഹാജിയെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. CCN ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ ദേശവിളക്ക് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ പനംകുരിശി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും കുടിവയ്പ്, മേളം, ഉച്ചപൂജ, ശാസ്താംപാട്ട് എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം പാലക്കൊമ്പിനായി ചെത്തല്ലൂർ വഴി കലാലയം ഭാഗത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. ചെണ്ട, ആന, താലം, സ്വാമി ഭക്തർ, മറ്റു ഭക്തജനങ്ങൾ എന്നിവർ അകമ്പടിയായി. വൈകിട്ട് 4-ന് കലാലയ പരിസരത്ത് നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ഇടങ്ങളിൽ വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ട്, മേളം എന്നിവയും നടന്നു. വൈകിട്ട് 6-ന് ഭജന, അന്നദാനം, തായമ്പക, അയ്യപ്പൻ പാട്ട്, പാതിര താലപ്പൊലി, തിരിയൊഴിച്ചിൽ, കനൽച്ചാട്ടം, ചൊവ്വാഴ്ച പുലർച്ചെ വെട്ടും തടവും എന്നിവയോടെ സമാപനമായി. പുലിയാനംകുന്ന് ശങ്കരനാരായണ സ്വാമി, പൈങ്കുളം മഹേഷ്, ജയറാം മുള്ളൂർക്കര, കുറ്റിക്കോട് ബാബു എന്നിവർ വിളക്കുപാട്ട്, വാദ്യം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ, സംഗീത വിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. CCN ചെത്തല്ലൂർ. വട്ടമണ്ണപ്പുറം MLP സ്കൂളിന്റെ നേതൃത്വത്തിൽ ദേശീയ ചലച്ചിത്ര പിന്നണി ഗായിക അവാർഡ് ജേതാവ് നഞ്ചിയമ്മയെ ഉപഹാരം നൽകി ആദരിച്ചു. ഓടില്ല, അതെന്റെ മക്കളല്ലേ, ഓടാൻ പറ്റില്ല. ടീച്ചർമാരൊക്കെ വിടൂല്ല നിങ്ങളെ, അല്ലേ? ആരെങ്കിലും വന്ന് വിളിച്ചാലും ഈ സ്കൂൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. സാറുമാരെ കാണണോ, ടീച്ചർമാരെ കണ്ടിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോകണം കേട്ടോ. ഇപ്പത്തെ കാലഘട്ടം മോശമാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിനെ നോക്കി വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പത്തെ കാലം നിങ്ങൾക്ക് പഠിപ്പിനെ, ഈ സ്കൂളിനെ, വീടിനെ മാത്രം പോകണം വരണം. വിദ്യാർത്ഥികളുമായി പാടിയും ആടിയും ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമകളെക്കുറിച്ചും അതിൽ താൻ പാടിയ പാട്ടുകളെക്കുറിച്ചും ഊരുനിവാസികളുടെ ജീവിത രീതികളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും ചടങ്ങുകളെയും ആചാരങ്ങളെയും കുറിച്ച് സംവദിച്ചത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി.
പൂ പറിക്കാ പോകിലാമോ വിമാനത്തെ പത്തിലമ്മോ ഇല്ലേ ലേ 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 ലോ ഇല്ലേ ലേ 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 ലോ വടക്കാത്ത സദനമേറ വെകുവേഗ പുതുറുകു പൂ പറിക്കാ പോകിലാമോ വിമാനത്തെ പത്തിലമ്മോ ലാലേ 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 വടക്കാത്ത പൊങ്കമേറ വെകുവേഗ പുതുറുകു പൂ പറിക്കാ പോകിലാമോ വിമാനത്തെ പത്തിലമ്മോ ഇല്ലേ ലേ 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 ലോ ഇല്ലേ ലേ 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 ലോ വടക്കാത്ത നേരമേറ വെകുവേഗ പുതുറുകു പൂ പറിക്കാ പോകിലാമോ വിമാനത്തെ പത്തിലമ്മോ ലാലേ 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 ലാലേ. സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി, വിദ്യാർത്ഥി പ്രതിനിധികളായ ടി ഇസ നൌഷാദ്, വി ടി അൽമിഷ് എന്നിവർ ചേർന്ന് ഉപഹാരം നെഞ്ചിയമ്മയ്ക്ക് കൈമാറി. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. കിഴക്കേടൻ രാമൻ നമ്പൂതിരി, പാർത്തനത്ത് വേണു എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. കൃഷ്ണനായിട്ടാണ് കണ്ടെത്താൽ കൃഷ്ണനായിട്ടാണ് അനുഗ്രഹിക്കുക, ഭഗവതിയായിട്ടാണ് കണ്ടെത്താൽ ഭഗവതിയായിട്ട്, ഒരേ ശക്തി തന്നെയാണ് ഇവരെല്ലാം. അപ്പം അതുകൊണ്ട് വ്യത്യസ്ത ഭാവം സ്വീകരിക്കരുത്. അതാണ് നമ്മുടെ മറ്റൊരു ധർമ്മം. അങ്ങനെ നമ്മൾ ധർമ്മത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. അവസാന നിമിഷത്തിൽ വീഴുമെന്ന് തീർച്ചയായാൽ പിടിച്ചെഴുന്നേൽപ്പിക്കും. ദക്ഷനെ എങ്ങനെ ജീവൻ നൽകി പുനർജീവിതം നൽകിയോ എന്ന പോലെ ആ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയി എങ്കിലും ഭഗവാന്മാരുടെ അനുഗ്രഹം കൊണ്ട് നേരെയായി. അപ്പോൾ ആ ധർമ്മത്തിനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ധർമ്മം നമ്മളെ എല്ലാ സമയത്തും രക്ഷിക്കും എന്നുള്ള. യജ്ഞത്തിന്റെ മൂന്നാം ദിനമായ ചൊവ്വാഴ്ച കപിലാവതാരം, ദക്ഷയാഗം, ധ്രുവചരിതം, ഭരതചരിതം, ഋഷഭാവതാരം എന്നിവയിൽ പാരായണം നടന്നു. എല്ലാ ദിവസവും പ്രമുഖരുടെ പ്രഭാഷണവും ഉണ്ടാകും. യജ്ഞം 31-ന് സമാപിക്കും. തിരുവാതിര ദിവസം തോട്ടിങ്ങൽ ശ്രീഭദ്ര കൈക്കൊട്ടിക്കളി സംഘം, ഓം ശക്തി, വലമ്പിലിമംഗലം എന്നിവരുടെ കൈക്കൊട്ടിക്കളിയും 28-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 6:30-ന് ഗുരുവായൂർ ക്ഷേത്രം കൃഷ്ണനാട്ട സംഘം കൃഷ്ണനാട്ടം, 29-ാം തീയതി വെള്ളിയാഴ്ച കഥകളി പൂതനാമോക്ഷം, 30-ാം തീയതി ശനിയാഴ്ച ശ്രീകൃഷ്ണപുരം കൈക്കൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി എന്നിവയും നടക്കും. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ 2 പേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുവൈദികനും ചികിത്സയ്ക്കെത്തിയ ആളുമാണ് മരിച്ചത്. വൈദ്യനായ കുറുമ്പന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയതായിരുന്നു ബാബു. കാഞ്ഞിരപ്പുഴ സ്വദേശി 56 വയസ്സുള്ള കുറുമ്പൻ, കരിമ്പുഴ സ്വദേശി 46 വയസ്സുള്ള ബാബു എന്നിവരാണ് മരിച്ചത്. കുറുമ്പന്റെ വീട്ടിനുള്ളിൽ വൈകിട്ട് 6 മണിയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. വൈദ്യനായ കുറുമ്പന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയതായിരുന്നു ബാബു. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കുറുമ്പന്റെ ഭാര്യയും അമ്മയും പുറത്തുപോയതായിരുന്നു. വൈകിട്ട് ഇവർ തിരിച്ചെത്തി വാതിൽ തുറന്നപ്പോഴാണ് ഇരുവരെയും അവശനിലയിൽ കണ്ടെത്തുന്നത്. ചികിത്സയ്ക്കെത്തിയ ബാബുവിന്റെ വീട്ടുകാർ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു. എന്നാൽ ചികിത്സയ്ക്കെത്തിയ മറ്റൊരാളുടെ വാഹനത്തിൽ കുറുമ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വഴിമധ്യേ കുറുമ്പനും മരിക്കുകയായിരുന്നു. ഇരുവരുടെയും മരണകാരണം വ്യക്തമായിട്ടില്ല. 3 വർഷമായിട്ട് ഉള്ള പരിചയമുള്ളൂ. അപ്പോൾ നമുക്കവിടെ ചികിത്സയ്ക്ക് അവർ രാത്രിയും പകലും ഒക്കെ ആളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തുള്ള ആളുകളും അവരുടെ റിപ്പോർട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. രാത്രിയായാലും പകലായാലും നിറയെ ആളുകളുണ്ട് അവിടെ. അധികവും വരുന്നത് അട്ടപ്പാടി അതുപോലെ തന്നെ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറുമ്പന് വല്ല ആരോഗ്യ പ്രശ്നമുണ്ട്? കുറുമ്പന് ആരോഗ്യ പ്രശ്നങ്ങൾ മുൻപ് ഹാർട്ടിന് എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് കണ്ട ശേഷം ഇടയ്ക്ക് അറ്റാക്ക് വന്നാവാനും സാധ്യത ഉണ്ട്. ഇനി അഥവാ എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് അറിയുന്നത്. മണ്ണാർക്കാട് പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. CCN മണ്ണാർക്കാട്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി നേര് സിനിമയുടെ വിജയാഘോഷം ശിവശക്തി സിനിമാസിൽ വെച്ച് നടത്തി. പ്രേക്ഷകർക്കും മധുരം വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ആഘോഷം. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എനിമോർ. കുട്ടിക്ക് അന്നത്തെ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. യുവർ ഓണർ, ദിസ് ഈസ് പ്രിപ്പോസ്റ്ററസ്. കേസ് വിജയിക്കില്ലാതെ മനസ്സിലായപ്പോൾ തിയേറ്റർ ഉടമയായ രാജഗോപാൽ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു.
തുടർന്ന് സെക്കൻഡ് ഷോയ്ക്ക് വന്ന എല്ലാ പ്രേക്ഷകർക്കും മധുരം വിതരണം ചെയ്തു. പരിപാടിയിൽ ആശീർവാദ് സിനിമാസ് റെപ്രസെന്റേറ്റീവ് ജിത്തു ശ്രീജിത്ത് ആശംസ അറിയിച്ചു. ഫാൻസ് അസോസിയേഷൻ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മനീഷ്, സെക്രട്ടറി മിഥുൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സുപ്രഭാത്, മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അജ്മൽ, രതീഷ്, രാജേഷ്, നിതീഷ്, കോയ, അഖിൽ, അക്ഷയ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരുപാട് സന്തോഷം. ലാലേട്ടനെ ഒരുപാട് പേര് ലാലേട്ടനോട് കളിയാക്കി, വിമർശനം ഒരുപാടുണ്ട്. പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ച് അത് ലാലേട്ടൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. ലാലേട്ടൻ്റെ വിജയത്തിലും തോൽവിയിലും ഞങ്ങളുണ്ടാവും ലാലേട്ടൻ്റെ കൂടെ. ഏട്ടൻ പറഞ്ഞ പിള്ളേരൻ ഞങ്ങൾക്ക് ആ പിള്ളേരനെ ഞങ്ങൾ. CCN മണ്ണാർക്കാട്. നിർമ്മാണ തൊഴിലാളികൾ മലപ്പുറം കളക്ടറേറ്റിന് മുൻപിൽ ഭിക്ഷയാചികൾ സമരം നടത്തി. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് NA കരീം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം കൊണ്ടുവന്നൊരു മഹതിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്കറിയില്ല, ഇതിന് കൊയലോട്ട് നടത്തുന്ന ഇടതുപക്ഷക്കാർക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മ, ഞങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഞങ്ങളുടെ അമ്മ, ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയാണ് ഓപ്പൺ മാർക്കറ്റുകളിൽ വിലവർദ്ധന ഉണ്ടായപ്പോ ഈ പട്ടിണി പാവങ്ങളുടെ വീടുകളിൽ അടുക്കള പുകയണമെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ന്യായവിലക്കും വില കുറച്ചും ഗവൺമെന്റ് ഉടമയിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഭക്ഷണം, അരി, മറ്റുൽപ്പന്നങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ആ സംവിധാനം കൊണ്ടുവന്നത്. ഇന്നത് നോക്കുകുത്തിയാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 12 മാസക്കാലമായി ലഭിക്കുവാനുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിക്ഷയാചികൾ സമരം നടന്നത്. വർഷങ്ങളായി ലഭിക്കുവാനുള്ള വിവിധ ആനുകൂല്യങ്ങൾ നൽകുക, സെസ് പിരിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. ചടങ്ങിൽ INTUC ജില്ലാ പ്രസിഡന്റ് VP ഫിറോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ബാലകൃഷ്ണൻ, VV ഉഷ നായർ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ക്രയാട് മഹോത്സവം ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഏരിയകളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് കുമാർ അറിയിച്ചു. മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ എന്നിങ്ങനെ 5 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പൊതുജനങ്ങൾക്ക് വിവിധ ഇനങ്ങൾ പരിചയപ്പെടുത്തുമെന്നും ഇവർക്ക് കണ്ടു ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 40 കായിക ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 40 കായിക ഇനങ്ങളിൽ പലതും തന്നെ വളരെയധികം പോപ്പുലർ അല്ലാത്ത ചില കായിക ഇനങ്ങളുമുണ്ട്. അപ്പോൾ ഈ രംഗത്തുള്ള കഴിവുള്ളവരെ കണ്ടെത്തുകയും ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളിലേക്ക് ഉള്ള പര്യാപ്തരായ ടാലൻ്റുള്ള കളിക്കാരെ കണ്ടെത്തുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. കായിക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊരു കായിക സെമിനാറും 28-ാം തീയതി നടത്തുന്നുണ്ട്. അത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ കിഷോറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. CCN മലപ്പുറം. കായിക മഹോത്സവം 2023 ഭാഗമായി സമഗ്ര കായിക സെമിനാർ 28-ന് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കും. സ്പോർട്സ് അതോറിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ G കിഷോർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ അറിയിച്ചു. സെമിനാറിൽ സമഗ്ര കായിക നയം, സമ്പൂർണ്ണ കായികക്ഷമത, കായിക മേഖലയും പ്രതിരോധവും, കായിക മേഖലയും മാധ്യമങ്ങളും, ജില്ലയുടെ സമഗ്ര കായിക വികസനം, സാധ്യതകളും പരിമിതികളും എന്നീ 5 വിഷയത്തെ സംബന്ധിച്ച് കായിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും. ഇതോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടക്കുന്ന എക്സിബിഷൻ 28-ന് രാവിലെ 9:45-ന് കേരള സംസ്ഥാന സ്പോർട്സ് പ്രസിഡന്റ് U ഷറഫലി ഉദ്ഘാടനം ചെയ്യും. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു കായിക ഇനത്തിൻ്റെ പിറകിൽ അല്ലെങ്കിൽ 2-3 കായിക ഇനത്തിൻ്റെ പിറകിൽ പോകാതെ നിരവധി ടാലൻ്റഡായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ വ്യത്യസ്ത കായിക ഇനങ്ങളിലേക്ക് ആകർഷിക്കാനും ആ കായിക ഇനങ്ങളിലൂടെ നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും രാജ്യത്തിൻ്റെയും കായിക മേഖലയ്ക്ക് സംഭാവന ചെയ്യുക, ആ രീതിയിൽ ഉള്ള ഒരു ഇടപെടലാണ് ഈ കായിക മഹോത്സവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ ആദരിക്കൽ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് VP അനിൽ അറിയിച്ചു. CCN മലപ്പുറം.
ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവുമായി യുവാവ് പെരിന്തൽമണ്ണയിൽ പിടിയിൽ. അങ്ങാടിപ്പുറം വയലോങ്ങരയിൽ വെച്ച് നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ എക്സൈസും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി അങ്ങാടിപ്പുറം വയലോങ്ങരയിൽ വെച്ച് നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പെരിന്തൽമണ്ണ കുറുവ പാങ്ങ് സ്വദേശി അബ്ദുൽ ലത്തീഫിനെ ഇൻസ്പെക്ടർ TR രാജേഷ് അറസ്റ്റ് ചെയ്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്നും കർശന പരിശോധനകൾ തുടരുമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. 2 പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ ബിജു എന്നയാളെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. 2 പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തിയ പോക്സോ കേസുകളിലാണ് UP സ്കൂൾ അധ്യാപകൻ അറസ്റ്റിലായത്. ചെറുപ്പുളശ്ശേരി മാരായമംഗലം സ്വദേശി 48 വയസ്സുള്ള ബിജുവാണ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. പെരിന്തൽമണ്ണയ്ക്ക് സമീപത്തെ UP സ്കൂളിലെ അധ്യാപകനാണ് പ്രതിയായ ബിജു. കലോത്സവ സമയത്ത് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തുവെന്നാണ് പരാതി. ആദ്യഘട്ടത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നിരുന്നു. പിന്നീട് സംഭവം പുറത്തറിഞ്ഞതോടെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതും തുടർ നടപടികൾ വേഗത്തിലാക്കിയതും. CCN പെരിന്തൽമണ്ണ. തൂതപ്പുഴയിൽ വിദ്യാർത്ഥി മരിച്ചു. കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടാണ് മരണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെക്കുമുറി പുലാക്കൽ വീട്ടിൽ ഷമീർ ബാബുവിന്റെ മകൻ മുഹമ്മദ് ബിൻഷാനാണ് മരിച്ചത്. 12 വയസ്സാണ്. പുഴയിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടാണ് മരണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN പെരിന്തൽമണ്ണ. വസ്ത്രവ്യാപാര രംഗത്ത് 5 വർഷം പൂർത്തീകരിക്കുന്ന Z1 ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം Z1 ടെക്സ്റ്റൈൽസ് ആൻഡ് പർദ കളക്ഷൻസ് തൂത പട്ടണത്തിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. നിറവാർന്ന മനസ്സിന് നിറയാത്ത വർണ്ണങ്ങളുമായി തൂത പട്ടണത്തിൽ വിജയകരമായ 5ാം വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന Z1 ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ Z1 പർദ കളക്ഷൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഉപഭോക്താക്കൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. തൂത പെരിന്തൽമണ്ണ റൂട്ടിൽ ബിസ്മി ടവറിലാണ് Z1 പർദ കളക്ഷൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വിദേശ നിർമ്മിത പർദ കളക്ഷൻസുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് Z1-ൽ നിന്നും ലഭ്യമാകും. ഏതൊരു ആഘോഷവും വർണ്ണാഭമാക്കാൻ ന്യൂജൻ ഫാഷനുകളുടെ വിസ്മയലോകം ഒരുക്കിക്കൊണ്ടാണ് Z1 പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും സമ്മാന കൂപ്പണും ലഭ്യമാകും. ബമ്പർ സമ്മാനമായി സ്കൂട്ടറും, 2ാം സമ്മാനമായി 2 പേർക്ക് 5000 രൂപയുടെ പർച്ചേസും, 3ാം സമ്മാനമായി ഒരാൾക്ക് 3000 രൂപയുടെ പർച്ചേസും ഒരുക്കിയിട്ടുണ്ട്. ടോപ്പുകൾ, ഗൗണുകൾ, അതുപോലെ ചുരിദാർ മെറ്റീരിയൽസുകൾ, അങ്ങനെ തുണിത്തരങ്ങളിൽ എല്ലാം ഷാളിൻ്റെ വലിയൊരു കളക്ഷൻ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു.
ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭ്യമാകുന്നത്. ചുരിദാർ ഐറ്റംസ് എല്ലാ മോഡൽസിലും വരുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി ഈ ആലിയ കട്ട്, പിന്നെ അതേപോലെ ഷിഫോണിൽ വരുന്ന അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഗൗണ്, എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തായാലും ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ എടുക്കാതെ പോവില്ല. ഏതായാലും അടിപൊളി കളക്ഷൻസാണ്. നമ്മളെ തൂത പരിസരത്ത് ഏറ്റവും നല്ല ഡ്രസ്സും ഇതും കിട്ടണ പ്ലേസ് വേറെ ഉണ്ടാവില്ല. അത് നല്ല കളക്ഷനാണ്. കുട്ടികൾക്കും എല്ലാവർക്കും സ്ത്രീകൾക്കും പ്രത്യേകം മോഡലുകളുണ്ട്. നല്ല വില കൂടിയ കുറഞ്ഞ ഐറ്റങ്ങളുണ്ട്. ആർക്കും വേണ്ടി എല്ലാ സെക്ഷനുമുണ്ട്. ഷോപ്പ് അടിപൊളി ഷോപ്പാണ്. ഇഷ്ടംപോലെ പർച്ചേസിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പല കടകളിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുവിധം സാധനങ്ങളുണ്ട്. ചെരുപ്പാണെങ്കിൽ, കുട്ടികളുടെ സ്പോർട്സ് ആണെങ്കിൽ, വെറുതെ ഐറ്റംസ് ആണെങ്കിൽ, ഒരുപാട് ഐറ്റംസ് വെറൈറ്റികളായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഉദ്ഘാടന ചടങ്ങ് എന്നുള്ളവർക്ക് ഒരു പർച്ചേസിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഫാമിലി ആയിട്ട് ഒന്നിച്ച് വന്നിട്ടുള്ള അടുത്ത ദിവസങ്ങളായിട്ട് നല്ല അടിപൊളി ഒരു പർച്ചേസ് നമ്മൾ നടത്തും. നമ്മളെ അടുത്താണ്, തൂതയുടെ ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ, പല ഭാഗത്തു നിന്നും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള നല്ല ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അടുത്ത പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷനില്ല ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഇല്ല ഷോപ്പാണ് തൂതയിൽ. നമ്മളെ ഈ കട കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. ആർക്കും വന്ന് പർച്ചേസ് ചെയ്ത് പോകാനും വിലക്കുറവിൽ സാധനം കിട്ടാനും നമ്മുടെ അടുത്ത പ്രദേശത്തെ ഏറ്റവും ഇതായിട്ടുള്ള സ്ഥാപനമാണ് ഇവിടെ. എല്ലാവരും ഇവിടെ വന്ന് സാധനം പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് വരുമ്പോൾ എല്ലാവർക്കും അറിയാം സാധനം ഉള്ളത് ഇവിടെ തന്നെ, എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. 2 പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ ബിജു എന്നയാളെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. തൂതപ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടാണ് മരണം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ 2 പേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുവൈദികനും ചികിത്സയ്ക്കെത്തിയ ആളുമാണ് മരിച്ചത്. വൈദ്യനായ കുറുമ്പന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയതായിരുന്നു ബാബു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.